ഞങ്ങൾക്ക് നിങ്ങളുടെ എൻ്റെ അടുത്ത സുഹൃത്തായ ശ്രീ ഉണ്ണികൃഷ്ണൻ അത് തുടങ്ങി വയ്ക്കും. ഉത്തരങ്ങൾ അതിൻ്റെ സഹയോഗ്യമായി ലഭിക്കുന്നതാണ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് വിഷയമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ ഉണ്ണി. ചോദിക്കുമ്പോൾ കുറച്ചു കാലം മുമ്പുള്ള ഒരു കാര്യം പെട്ടെന്ന് ആദ്യം ഓർമ്മയിൽ വരുന്നത്, അതായത് ഇദ്ദേഹത്തിന് അഭിനയത്തിനുള്ള നാഷണൽ അവാർഡ് ആ വർഷം ചിന്താവൃത്തിയായ ശ്യാമള എനിക്ക് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോ ഈ അവാർഡ് ചടങ്ങ് നടക്കുന്നതിന് തലേ ദിവസം പ്രസിഡന്റ് അവാർഡ് റിഹേഴ്സൽ ചെയ്തു. അപ്പൊ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം വാങ്ങുന്ന സമയം അപ്പൊ അവാർഡ് ആളുകള് ഏങ്കർ ചെയ്യുന്ന ആള് ആദ്യം അദ്ദേഹത്തിലേക്ക് ജീവനിലെത്തും. അപ്പൊ സെക്രട്ടറി അപ്പൊ മമ്മൂട്ടി ഷട്ടേക്കോവിന്റെ പേരിലാണെന്ന് അപേക്ഷിച്ച് അതാ പ്രശ്നം. രണ്ടാമത്തെ തവണയല്ല മൂന്നാമത്തെ തവണയാണ് കിട്ടുന്നത്. പ്രസിഡന്റ് അദ്ദേഹം അവാർഡ് വാങ്ങാൻ പോയപ്പോൾ പ്രസിഡന്റ് പറയുന്നത് ഞാൻ കേട്ടില്ല, പക്ഷെ എങ്കിലും അതായിരിക്കും എനിക്ക് സോറി സാർ മമ്മൂട്ടി പറഞ്ഞതായിട്ടും തോന്നി. അറിഞ്ഞില്ല, അധികം ജീവിച്ചില്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഈ രണ്ടു തവണ മൂന്നാമത്തെ തവണ ആണെന്ന് അതുകൊണ്ട് അദ്ദേഹം സ്വാമി ഉപദേശിച്ച എല്ലാ ഉപദേശവും വേണ്ടിയിരുന്നു എന്നാണ് എന്റെ സംശയം. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു 45 വർഷത്തിലധികമറ്റായി ഞാൻ സിനിമയില് വന്നുപെട്ടിട്ട് ഒരു പൊരുത്തന് ഈ ടൈറ്റിൽ ലോഞ്ചിന് ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ടൈറ്റിൽ ലോഞ്ച് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് എന്നെ ആളെ വിളിക്കുന്നത്. എറണാകുളത്താണ് ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമ ഒരു ഷൂട്ടിംഗ് നടന്നത്. രവികുളത്ത് അന്ന് പരിചയപ്പെട്ടു. അന്ന് സ്വാമിയെ എടുത്തു തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. കാർട്ടൂണിസ്റ്റ് തോമസ് പ്രൊഡ്യൂസർ, അദ്ദേഹത്തുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ വീട്ടിൽ ഞങ്ങളൊക്കെ
അതെ 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 അതെ. സ്വാമി ശ്രീവേട്ടൻ പറഞ്ഞതിനെ കുറിച്ച് അല്ല, എനിക്ക് അവസ്ഥ ഞാൻ അത് സ്വാമി ഏൽപ്പിച്ചതുകൊണ്ട് എനിക്കുള്ള കാര്യങ്ങൾ കുറച്ച് മുമ്പോട്ട് സ്വാമി എഴുതുന്ന തരത്തിലുള്ള സിനിമകളുണ്ടല്ലോ. ശ്രീയേട്ടൻ അങ്ങനെ ഒരു സിനിമ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പണ്ട് മുതലേ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പണ്ട് ചേച്ചിന്റെ പുസ്തകങ്ങൾ കുറെ നമ്മുടെ വിഷ്ണു വിജയൻ എന്നൊക്കെ പറയുന്ന സിനിമ ചേച്ചിന്റെ നോവൽ മടിച്ചു മാറ്റിയെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് എത്ര വായിച്ച മേഖലയ്ക്ക് ഒരു പഠിപ്പില്ലാത്തതുകൊണ്ട് അവസാനം എനിക്ക് ശരിയാവില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങിയതായി. പറ്റുന്നില്ല. അതിന് വേറൊരു ബുദ്ധി വേണം. അത് സ്വാമിക്കൊക്കെ ഉള്ളൂ. ഇപ്പം അതിന് സ്വാമി ആവണം, എന്നാലേ പറ്റൂ. മമ്മൂട്ടിക്കാർക്ക് പേരില്ല, കഥാപാത്രത്തിന് പേരില്ല. അപ്പൊ അതിനകത്ത് ശ്രീനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അയാളുടെ പേര്. അയാളുടെ പേര് എനിക്കറിയില്ല, പേരില്ല എന്നാ പറഞ്ഞത്. പുള്ളി അത്രയും കാലം ഈ മമ്മൂട്ടിയുടെ കഥാപാത്രവുമായിട്ട് അക്വന്റൻസ് ഉണ്ടായിട്ടും കളിക്കളത്തെ കുറിച്ചാണ് സ്വാമി പറയുന്നത്. അതൊക്കെ കഥാപാത്രത്തിന്റെ പേര് പോലും മമ്മൂക്കയുടെ കഥാപാത്രം അങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ കൗശലവും ഭയങ്കര മിടുക്ക് വേണം. അത് സ്വാമിക്ക് അത്തരത്തിലുള്ള ഒരു സിനിമയാണോ? എനിക്ക് എന്തെങ്കിലും അങ്ങനെ സൂചനകൾ വല്ലതും തരാൻ പറ്റുമോ സ്വാമി? ഒന്നും അവകാശപ്പെടില്ല. ഞാൻ പറയാം, എന്നോട് എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ താൻ ഇതിനു മുമ്പ് ചെയ്ത ജേണലിൽ പെട്ട ഒരു സിനിമയാവരുത്. നമ്പർ 2, താൻ ഒരു കഥ എഴുതി തീരാതെ അതിനകത്ത് ഇതും സ്വാമിയുടെ ഒരു മിടുക്കാണ്. മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും പാവം മമ്മൂക്കയുടെ തലയിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. അതെന്തായാലും അത് നല്ല പരിപാടി നടത്തും. കാര്യം അദ്ദേഹം അടുത്ത സുഹൃത്തെന്ന നിലയിൽ സ്വാമിയോട് ചില കാര്യങ്ങൾ പറയുന്നു. സ്വാമി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഈ സിനിമയുടെ മുഴുവൻ ഉത്തരവാദിത്വവും പാവപ്പെട്ട മമ്മൂക്ക എന്നതാണ്. അപ്പോ അതും ഗംഭീരമാകട്ടെ സിനിമ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാനുള്ളൂ. മറ്റെന്തെങ്കിലും ഉണ്ടോ നമുക്ക് ചെയ്യാനായിട്ട്? ആരെങ്കിലും സംസാരിക്കാനോ വല്ലതും ഉണ്ടോ സ്വാമി? സംസാരിക്കുന്നു. അതെ, സ്വാമിയുടെ നിങ്ങൾ ചോദിക്കും. ആരോട് എന്നോടല്ല, സ്വാമിയോട്. അല്ല അല്ല അല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അയാളുടെ രൂപമാണ് എന്റെ കഥാപാത്രമായിട്ട് മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ അയാളെ ഞാൻ അന്വേഷിച്ചു. ഡേറ്റ് 3-4 മാസം ചെയ്യാം. ഞങ്ങൾ സബ്ജക്റ്റ് ഒരു ഇതേപോലെ ട്രെൻഡ് ഡിസ്കസ് ചെയ്തപ്പോൾ യു വാസ് ഹാപ്പി. അങ്ങനെ ജാനുവരി ഞങ്ങൾ വേറെ ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൽ വേറൊരു ഓപ്ഷൻ ആലോചിച്ചിട്ടില്ല. വളരെ
ഏത് തരത്തിലുള്ള ചരിത്രമാണ് നമുക്ക് വ്യക്തിപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാജനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, AK സാജൻ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ മലയാള ഇക്കാലത്തെയും എടുക്കുകയാണെങ്കിൽ 15 ചരിത്രങ്ങൾ നിങ്ങൾക്കും സംശയം ഉണ്ടാകാൻ വഴിയില്ല. ഒപ്പം സീനിയറിന്റെ വലിയൊരു അദ്ദേഹത്തിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കൈകാര്യം വെച്ചാല് അദ്ദേഹത്തിന്റെ പ്രതിഭ കാണാൻ കഴിയുന്നത് ഇന്നിപ്പോ നമ്മൾ പറയുന്ന ഈ വൺ ലൈനേഴ്സ്, അതിന്റെ ഏറ്റവും ആദ്യം അത്തരത്തിലുള്ള ഡയലോഗ് റൈറ്റിംഗ് കൊണ്ടുവന്ന ശ്രീനിയാണ്. ചിന്താവിഷ്ടയായ ശ്യാമളയിൽ കുട്ടികളെ ഓട്ടോറിക്ഷയിൽ കയറ്റാൻ പറ്റാതെ ശ്യാമള കുട്ടികളെ പിടിച്ച് അകത്തേക്ക് വരുമ്പോൾ ശ്രീനിയുടെ ക്യാരക്ടറുകളുണ്ട്. ശ്യാമളയിൽ ചോദിക്കും, അവര് പറയുന്നത് അവര് പോകുന്ന ഓട്ടോറിക്ഷയുടെ ഓണർ വർക്ക്ഷോപ്പ് നടത്തുന്ന വാസുവാണ്, അല്ലാതെ അയ്യപ്പനല്ല എന്നാണ് പറയുന്നത്. ഡയലോഗ് എഴുതുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. ഉദയനാണ് താരത്തില് മീന മോഹൻലാലിനെ ഫോൺ ചെയ്തിട്ട്, മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഫോൺ ചെയ്തിട്ട് പറയുന്നത്, ഈ ഒരു ഫോണിലൂടെ നമ്മൾ ആലോചിച്ച് നോക്കുക. അതുപോലെ ഞാൻ വിചാരിച്ചു വല്ല കുത്തക മുതലാളിയുമായി മലയാളത്തിലേക്ക് അതിലേക്കാൾ അപ്പുറം ഒരു പൊളിറ്റിക്കൽസ് പറയാൻ പറ്റില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ എഴുതിയ ആളാണ് ശ്രീനിയേട്ടൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശ്രീനിയേട്ടന്റെ ഒരു തിരക്കഥയ്ക്ക് ഞങ്ങൾ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. തീർച്ചയായും കഥ എഴുതാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അദ്ദേഹം വൈകാതെ അത് സാധിക്കുന്നതായി വിചാരിക്കുന്നത്. അപ്പൊ ഇൻസിഡൻസ് ഡയലോഗുകളൊക്കെ ഉടനെ ഓർമ്മിക്കുന്നുള്ളത് ഞാൻ പോലും വിചാരിച്ചില്ല. നന്ദി സന്തോഷം. അല്ല, ഇതിന് ശരിക്കും നന്ദി പറയേണ്ടത് ശ്രീനിയേട്ടനോട്. അതായത് ശ്രീനിയേട്ടൻ നമ്മളോടല്ല നന്ദി പറയേണ്ടത്. കാരണം എന്റെ മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കും എനിക്ക് തോന്നുന്നു ശ്രീനിയേട്ടന്റെ ഇതുപോലത്തെ ഒരു ഡയലോഗെങ്കിലും പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം പറയാം ശ്രീനേട്ട, ഞാൻ ഈ അടുത്ത കാലത്ത് എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ശ്രീനേട്ടന്റെ ഒരു ഡയലോഗിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. അത് മഴ പെയ്യുന്നു മദ്ദളം കൂട്ടുന്നു എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ ഞാൻ BA യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് പഠിക്കുമ്പോഴാണ് ഈ സിനിമ എനിക്ക് ഏത് വൈകുന്നേരം ഒഴിവ് കിട്ടിയാലും ആ സിനിമ കാണാൻ പോകുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തത്. അതിനടുത്ത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ശ്രീനിയൻ. കല്യാണം ഡിസിയിൽ നിന്നും പുള്ളിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിൽക്കണം. അപ്പൊ ഞാനൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാം എന്ന് പറയുമ്പോ ശരി ഞാൻ പോവാണ് മുതലാളി എന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് എനിക്ക് യാത്ര പറയടേ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ കഥാപാത്രം ഓടി വന്ന് സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങുമ്പോൾ പുറകെ ശ്രീനിവാസന്റെ കഥാപാത്രം മോഹൻലാലിൽ ചെയ്ത കഥാപാത്രത്തിന് വളരെ എളുപ്പം ഇദ്ദേഹത്തിന് അത് പറ്റുന്നില്ല. ഇവര്
അവിടെ എഴുതിയിരിക്കുന്നത്. അമ്പിളിച്ചേട്ടൻ എഴുന്നേറ്റ് ചോദിക്കുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഡയലോഗ് റൈറ്റിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് അതാണ്. എത്ര ഡയലോഗ് വേണമെങ്കിലും പറയാം, കാര്യം അത്രയ്ക്ക് ആവർത്തിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോ വലിയൊരു നോസ്റ്റാൾജിയാണ്. നമ്മൾ ശ്രീനേട്ടനോട് വലുതായിട്ട് പെട്ടിരിക്കുകയാണ്. ആ സിനിമയെ പറ്റി പറയുമ്പോൾ ഒരു മാസം മുമ്പ് അവിടെ അതിനു മുമ്പ് കാണുമ്പോൾ ഗർഭിണിയായി എന്താ പേരിട്ട് മാധവെന്ന പേരിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ അവന് MA ധവാൻ അത് മഴ പെയ്യുന്ന മന്ദരം കൊണ്ടുവന്ന് എന്റെ പേര് ധവാനാക്കി മാറ്റുന്നത്. ഞാൻ അപ്പൊ തന്നെ പ്രിയനെ വിളിച്ചു പറഞ്ഞു. അത് ഞാനാണോ ആ പേരിട്ട് പ്രിയനാണോ പേരിട്ടതെന്ന് അന്നൊക്കെ പ്രിയം പറയും, ചിലപ്പോ ഞാൻ പറയും. പിന്നെ ബോയിങ് എന്ന് പറയുന്ന സിനിമയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സർക്കസാണ്. അതായത് ഷാഡോ സ്റ്റുഡിയോയില് പുറത്തൊരു പെൻറ്റ് ഡ്രസ് കൊടുത്തിട്ട് ആദ്യത്തെ ഒരു പേജ് ഞാൻ എഴുതി കഴിഞ്ഞാലും എന്നിട്ട് അവസാനിക്കുന്ന എങ്ങനെയാണെന്ന് പറയുന്നത് അറിയില്ല. അയാൾ എഴുതുന്ന ഷൂട്ട് ചെയ്യാൻ പറഞ്ഞില്ല. അവസാനം അത് ഹിന്ദി സിനിമയ്ക്ക് പ്രിയ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണല്ലോ. അപ്പോഴാണ് പ്രിയ വായിക്കുന്നത് ആദ്യമായി. അപ്പൊ അവര് സെന്ററെ വിളിക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ ഡയലോഗൊക്കെ എഴുതിയിരുന്നത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സോറി നമ്മള് സെലിബ്രിറ്റിയുടെ സിനിമകളെ പുറകിലുള്ള സംഗതി, അതായത് തിരക്കഥ ഇന്ന രൂപത്തിൽ വേണമെന്നൊക്കെ സൈദ്ധാന്തികമായിട്ട് എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ആ സിഡ്ഫീൽഡ് എന്ന് പറഞ്ഞ ആളൊക്കെ ഇത് കേട്ട ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് മലയാളത്തിലെ പ്രതിഭകളുടെ സ്പോണ്ടേനിറ്റിയാണ്. അത് ശ്രീകൃഷ്ണൻ പറഞ്ഞ ഇതേ കാര്യം ഈ ഒരു 2-3 മാസം മുമ്പ് ശ്രീ പ്രിയദർശൻ നേരിട്ട് എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം ഒരു ദിവസം വൈകുന്നേരം എറണാകുളത്തുള്ള അദ്ദേഹത്തിന്റെ തങ്ങുമ്പോൾ നമുക്ക് വൈകുന്നേരം അദ്ദേഹത്തിന്റെ കൃത്യമായിട്ട് വലിയ പ്ലാൻ എന്നൊക്കെയാണ്. എന്തായാലും ശ്രീനേട്ടന്റെ പ്രിയമായിട്ടുള്ള കോമ്പിനേഷൻ ഗംഭീരമായ ഞങ്ങളൊരു സിനിമ സംഭവിക്കട്ടെ ആശംസിക്കുന്നത്. നമുക്കിത് വീണ്ടും അങ്ങനെ കുഴിയിട്ട് നമ്മള് അങ്ങനെ കണ്ടായി
ഇത്ര ഷാർപ്പായിട്ടുള്ള ഇതുപോലത്തെ എനിക്ക് പറയാൻ പറ്റും. അത് തീർച്ചയായിട്ടും പറയാൻ പറ്റും. മാത്രമേ എഴുത്തുകാരൊക്കെ ത്രില്ലർ സിനിമകളെ കുറിച്ച് ചോദിച്ചാൽ ഇപ്പോഴത്തെ പുതിയ ജിത്തു ജോസഫ് ഈസ് എ ബ്രില്യന്റ് റൈറ്റർ. ഇതൊരു സംശയം ഈ കാലത്തെ ഏറ്റവും നല്ല ത്രില്ലർ റൈറ്റർ എന്ന് പറയുന്നത് ജിത്തു ജോസഫാണ്. അദ്ദേഹത്തിന് ആ ഗ്രാഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ വളരെ ക്ലീൻ ആയിട്ട് അറിയാവുന്നതാണ്. അപ്പൊ പുതിയ ആൾക്കാർ മോശമാണെന്നൊന്നും അല്ല പറഞ്ഞത്. പക്ഷെ ഇവരെ പോലുള്ളവരെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ ഭാവം നമ്മളുടെയൊക്കെ യുവത്വം കടന്നുപോയത് ഇവരുണ്ടാക്കിയ കഥാപാത്രങ്ങളുടെ സിറ്റുവേഷനിലൂടെയാണ്. ഇപ്പോ നാടോടിക്കാറ്റ് പറയുന്ന സിനിമയില് മോഹൻലാൽ ഒരു കത്തെടുത്തിട്ട് ഒരു ചെറിയ വിശേഷമുണ്ട്, എന്റെ അമ്മ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ആ ഡയലോഗ് നെഞ്ചിൽ കൊണ്ടത് ഇവിടുത്തെ മലയാളത്തിലെ മധ്യവർഗ യുവതയുടെ നെഞ്ചിലാണ് കൊണ്ടത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ഞങ്ങൾക്ക് ശ്രീനിവാസനെ പോലെയുള്ള എഴുത്തുകാര് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരായിട്ട് നിലനിൽക്കും. അത് ഞങ്ങളുടെ നൊസ്റ്റാൾജിയാണ്. അത് നിങ്ങൾ അതിൽ ഭാരപ്പെടണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. വേറൊരു തമാശയും കൂടി ഉണ്ട്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയും നിങ്ങളൊക്കെ പറയുന്നത് പഴയ ആളുകളെ മുഴുവൻ വസന്തങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം വസന്തം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും മനോഹരമായതാണ്. ഒരു പുതിയതായിട്ടൊരു സംഗതി ാണ് നമ്മൾ വസന്തം എന്ന് പറയുന്നത്. മലയാള സിനിമയുടെ നവവസന്തങ്ങൾ എന്ന് പറയുന്ന പുതിയ എഴുത്തുകാരെ. പക്ഷെ ഇവര് പഴയ എഴുത്തുകാരെ അവഹേളിക്കാനായിട്ട് പഴയ നടീനടന്മാരെ, പഴയ സംവിധായകരെ, എസ്പെഷ്യലി സംവിധായകരെ അവഹേളിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വാക്കാണ് വസന്തം എന്ന് പറയുന്നത്. അത് ഒരു അറബ് നാടുകളിൽ വിപ്ലവം ഉണ്ടായപ്പോൾ പോലും അറബ് വസന്തം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്, അല്ലെ? നക്സൽ മൂവ്മെന്റിന്റെ തുടക്കത്തില്, വിപ്ലവത്തിന്റെ തുടക്കത്തില് വസന്തത്തിന്റെ ഇടിമുഴക്കം എന്നാണ് അന്ന് പത്രത്തിന്റെ തലക്കെട്ടം. ഈ വസന്തം എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളില്ലാത്തൊരു വാക്കാവും. ഐറണിയുണ്ട്. ഞങ്ങളെയൊക്കെ വസന്തം പുതിയ ഓരോ കാഴ്ചയിലും പുതിയ വസന്തം തരുന്ന. അപ്പൊ ആ അർത്ഥത്തിൽ അങ്ങനെ വിളിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ബഹുമതിയായിട്ട് ഞങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. ശ്രീനിയേട്ടനെ പോലുള്ളവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുതുക്കപ്പെടുന്ന അങ്ങനെ നമുക്ക് അവസാനിക്കാം. സാറിനെ ഈ ചടങ്ങിലെത്തി ഉണ്ണികൃഷ്ണൻ സാറിനെ പൊന്നാട അണിയിച്ച Yeah.